പ്രിയപ്പെട്ടവരെ, ഇതൊരു സാങ്കല്പിക കഥയാണ്. ജീവിച്ചിരിക്കുന്നവരുടെ കണക്ക് നോക്കി നടക്കുന്ന ഒരു CA, ജീവിതത്തിന്റെ അവസാന കണക്ക് നോക്കുന്ന സാക്ഷാൽ കാലൻ. ഇവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും? കണക്കുകളുടെ ലോകത്തുനിന്ന് കാലന്റെ ലോകത്തിലേക്ക് ചാർട്ടേഡ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു കാലനും CAയും. ഇതൊരു മിത്തോളജിക്കൽ ടാക്സ് ത്രില്ലർ കോമഡി പടം. ഇതെന്താ ഇത് അനങ്ങാത്തെ? ഡ്യൂ ഡേറ്റ് ആയത് അപ്പൊ തുടങ്ങും. ഈ OTP വന്നില്ലല്ലോ സാറേ. വന്നില്ലേ? ഒരു 8-10 തവണ റീസെന്റ് കൊടുക്ക്. അത് നടന്നില്ല ഒരു 10-20 തവണ ലോഗൗട്ടാക്ക്. അപ്പോഴേക്ക് എത്തിക്കോളും. ഈ ഡ്യൂ ഡേറ്റ് ജൂലൈ 31 ഓഗസ്റ്റ് 31 മാറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ? എന്ത് നന്നാവാൻ? ദിനപരിവർത്തനേവി ക്ലയന്റോ യഥാസ്ഥിത എന്നല്ലേ? നമ്മുടെ ക്ലയൻസ് അല്ലേ? ജൂലൈയിൽ കൊണ്ടുവരുന്ന ഡീറ്റെയിൽസ് ഓഗസ്റ്റിൽ കൊണ്ടുവരും. ഇൻകം ടാക്സ് ആയിട്ട് അന്നും ഇതുപോലെ തന്നെ അതിക്രൂരമായി പെരുമാറും. അവസാനം നിമ്മി തന്നെ പറയും ഒരു എക്സ്റ്റൻഷനും കൂടി കിട്ടിയിരുന്നെങ്കിലെന്ന്. സാറേ, ഒരു വിദ്വാൻ ചോദിക്കുക, 100 രൂപയ്ക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സൈറ്റോളുണ്ടല്ലോ, സാറ് ഫീസ് കുറയ്ക്കുമോന്ന്. ആരോട് പറ 100 രൂപയ്ക്ക് ഫയൽ ചെയ്ത് കുളമാക്കിയിട്ട് അത് ശരിയാക്കാൻ ഒരു 10,000 കൊണ്ട് വരാൻ. റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി ഇനി ആര് വന്നാലും റിട്ടേൺ അടിച്ചേക്ക്. എല്ലാം കൂടി വന്നോളൂ ലാസ്റ്റ് ഡേറ്റ് ആവുമ്പോ. അതൊക്കെ സാറ് നേരിട്ട് പറഞ്ഞാൽ മതി. ഞാൻ പോവാ, എനിക്ക് 5:30 പ്രിയദർശിനി പിടിക്കണം. അപ്പൊ ഡ്യൂ ഡേറ്റ് ആരോട് പറയാൻ, ആര് കേക്കാൻ? Daddy's home. മിസ്റ്റർ തങ്കപ്പൻ. ആരാ? കാലൻ. ഏത് ബാലൻ? ബാലൻ അല്ലോടൂ, കാലൻ. ദ കാലൻ ഫ്രം യമലോകം. നിന്റെ ടൈം കഴിഞ്ഞു. ഈ സമയമില്ലാത്ത നേരത്ത് ഓരോന്ന് എഴുന്നള്ളിക്കോളും. പോയിട്ട് 2 ദിവസം കഴിഞ്ഞു വാ. ഓ ശരി. അതെങ്ങനെ ശരിയാവും? ഇയാളെ കൊണ്ടുപോകാനല്ലേ ഞാൻ വന്നത്. താനിതുവരെ പോയില്ലേ? ഇതെന്ത് കോലം എടോ! എന്ത് വേഷം കെട്ടി വന്നിട്ടും കാര്യമില്ല. പുതിയ റിട്ടേൺ ഫയൽ ചെയ്യുന്നതല്ല. താൻ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. കാലനാടൂ, കാലൻ. താൻ കാലനാണെന്ന് തെളിവെവിടെ? പോത്തെവിടെ പാപ്പാനെ? തന്റെ കഷ്പാർക്കിങ്ങിലുണ്ട്, വേണേൽ പോയി നോക്കൂ. അപ്പൊ ഞാൻ യുവർ ലൈഫ് ഡിപ്രീസിയേഷൻ ഔട്ട് കംപ്ലീറ്റ്ലി. തട്ടിപ്പോയി. എടോ, താനൊരുമാതിരി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ പോലെ പെരുമാറില്ലേ? ഒരു എക്സ്റ്റൻഷൻ താടോ. ഇനി ഒരു 810 റിട്ടേണും കൂടെ ബാക്കിയുള്ളൂ. എന്നെ ഓർക്കണ്ട, എന്റെ ആ പാവ ക്ലയൻസിനെ ഓർത്തെങ്കിലും. അവരെ സേവിക്കാൻ, അവർക്ക് വേണ്ടത് ചെയ്യാൻ ജോബി ജോസ് സാറിനെ പോലെ, ബാബു കള്ളിവലി സാറിനെ പോലെ, ദീപ മാടത്തെ പോലെ മിടുമിടുക്കരായ CAക്കാർ ഈ നാട്ടിൽ തന്നെയുണ്ട്. എങ്കിലും എന്നെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ? എന്താ മനുഷ്യ, ഡ്യൂ ഡേറ്റ് ആണ് തേങ്ങാക്കൊലയാന്നൊക്കെ പറഞ്ഞ സമയത്ത് വീട്ടിൽ വരാതിരുന്നുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിയാലോ. ചത്താ പച്ച. അയ്യോ അയ്യോ, വീഴ്ത്തല്ലേ. സസ്പെൻഷനൊക്കെ കുറവാണല്ലോ. ഭയങ്കര കുലുക്കം. ചുമ്മാ ഇരിക്കണോ, ബാലൻസ് കളയില്ലേ. ഡിസിപ്ലിൻ രക്ഷ കൊടുക്കട്ടോ. അതെന്താ എടോ, ഇത് മിസൈൽ. നാട്ടിൽ മൊത്തം യുദ്ധമല്ലേ, യുദ്ധം. തോറ്റു. ഈ മിസൈലൊക്കെ കാരണം പുറത്തിറങ്ങി പറക്കാൻ മേലെന്നേ. കോട്ടയം സ്ലാങ്ങാ? അല്ല, കോട്ടയംകാരനാണല്ലേ? അല്ല, കൂത്താട്ടുകുളംകാരൻ. എടോ, അതേ, തന്റെ പേരാ എന്റെ ഭാര്യ എന്നെ എപ്പോഴും വിളിക്കാറ്. എന്താ കാലനെന്നാ? അല്ലല്ല, കാലമാടന്ന്. കാലമാടൻ നിന്റെ പിടിച്ചിരുന്നു. നമ്മളിപ്പോ എത്തും. മധുരം നുള്ളിത്തരൂ. അങ്ങനെ കാലനും CAയും യമലോകത്തിൽ. ഇതാരാ?
കാലനാ ചിത്രഗുപ്ത? താനല്ല, ഇതാരാ? ഞാൻ CA തങ്കപ്പൻ, FCA, ഡിസ, ഇൻസോൾവൻസി പ്രൊഫഷണൽ, പീർ റിവ്യൂവർ, സോഷ്യൽ ഓഡിറ്റർ. വിശേഷങ്ങൾ ഇനിയും ഏറെയുണ്ട്, അത് പറയാൻ എത്തിക്സ് അനുവദിക്കില്ല. പിന്നെ അഡ്വക്കേറ്റും കൂടിയാട്ടോ. അതെന്താ രഹസ്യമായി പറയണേ? അതെ, CA അഡ്വക്കേറ്റ് ഒരുമിച്ച് പറയാൻ പാടില്ല, ശിക്ഷിക്കും. ഞാൻ പഴയ ഇന്റർമീഡിയറ്റാ. അന്ന് ബ്രാഞ്ചില് വിക്ടോറിയ മാഡം, ഷിണിച്ചേട്ടൻ അവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ബ്രാഞ്ചില് ഇപ്പോഴും ഉണ്ടോ? നിൽക്കണു. ബൈ ദ ബൈ, കമ്മിങ് ടു ദ പോയിന്റ്. യമകിങ്കര, ആ യന്ത്രം കൊണ്ടുവരൂ. എക്സ്ക്യൂസ് മീ, ഈ സെൻസറിലൊന്ന് വിരലമർത്തൂ. ഷോ, പണിപാളി. ഇതല്ല നമുക്ക് വേണ്ട തങ്കപ്പൻ. ഇല്ല, ഇത് തന്നെയാണ് CA തങ്കപ്പൻ. എടോ, തന്നോട് കൊണ്ടുവരാൻ പറഞ്ഞത് ചിറയം കണ്ടത്തിൽ അവറാച്ചൻ മകൻ തങ്കപ്പനെയാണ്. CA തങ്കപ്പൻ. ഇത് CA-ക്കാരൻ തങ്കപ്പൻ. തെറ്റിപ്പോയി. ഓ സീൻ. സാരമില്ല, തൽക്കാലം ഇയാളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യൂ എന്റെ പൊന്നു ഗുപ്തു. പക്ഷേ ഇയാൾക്ക് ഇനി 20 വർഷം ആയുസുണ്ട്. അപ്പൊ ഫിനാൻഷ്യൽ ഇയർ 2046-47 വരെ. സോറി, ടാക്സ് ഇയർ. അപ്പോ എങ്ങനെയാ നമുക്ക് റിട്ടേൺ ഫ്ലൈറ്റ്, റിട്ടേൺ പോത്ത് പിടിച്ചാലോ? താനൂർക്ക് ചക്ക തിന്നാൻ പോയപ്പോൾ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്ന് ചക്ക ചോദിച്ചപ്പോൾ പറയുക ഇവിടെ ചക്കയെല്ലാം മാവിലാ കായ്ക്കുന്നതെന്ന്. എന്തോന്ന് ഇവിടെ വന്നാൽ പിന്നെ തിരികെ പോകാൻ പറ്റില്ലെന്ന്. നടക്കൂല, ഓയേ പറ്റൂ. ബ്രോ, കുറച്ച് കാലമായില്ലേ ഞാൻ പറയണു എനിക്ക് ലീവ് വേണമെന്ന്. പണിയെടുത്ത് എൻ്റെ നാട്ടിൽ റബ്ബറായി. കണ്ടാ, ഞാൻ പോണ്. അത്രയും ദിവസം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഇയാളെ ഏർപ്പാടാക്കാം. ഇവിടുത്തെ വള്ളിയൊക്കെ മാനേജ് ചെയ്യാൻ ഇയാളെ കൊണ്ട് പറ്റുമോ? പറ്റുമെന്നോ? ഇയാളൊരു ജഗജില്ലിയാണ്, ജഗജില്ലി. CA ആണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഇവര് പിടിക്കാത്ത വള്ളിയൊന്നുമില്ല. പിടിച്ച വള്ളിയൊക്കെ സോൾവ് ചെയ്യുന്നവരുടെ പെർഫോമൻസ് ഉണ്ട് എന്റെ സാറേ. ആണല്ലേ? പിന്നല്ല. അപ്പോ ഡബിൾ ഓക്കെ. മിസ്റ്റർ തങ്കപ്പൻ, താങ്കൾ കുറച്ച് സമയം ഞങ്ങൾക്ക് തരണം. റിട്ടേൺ പോത്ത് കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. ഇത് വല്ലാത്ത പൊല്ലാപ്പായല്ലോ. അതുവരെ ഞാനിവിടെ എന്ത് ചെയ്യാനാ? ശരിയാവോ? ഒരു ടെൻഷൻ. ഹേയ്, അതൊക്കെ തുടക്കത്തിൽ തോന്നുന്നതാ. ഇന്നായി കഴിഞ്ഞാ പിന്നെ ഭയങ്കര ത്രില്ല. ഓക്കെ, ബൈ, ടേക്ക് കെയർ. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി കാലൻ കൊതിക്കാറുണ്ടല്ലോ. നാളുകൾക്ക് ശേഷം ചിത്രഗുപ്തൻ തിരിച്ചു വരുന്നു. അർജന്റീന 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 വേൾഡ് കപ്പ് അർജന്റീന അർജന്റീന ദീന 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 മെസ്സി 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 മെസ്സി. ഹേയ് മിസ്റ്റർ കാലു, ഐ ആം ബാക്ക്. ഓ വന്നാ, ഇപ്പോഴെങ്കിലും വന്നത് നന്നായി, അല്ലെങ്കിൽ തന്റെ പണി തെറിച്ചാണ്. എന്ത് പറ്റി രമണ? ഇന്ന് എത്ര കേസുണ്ട്? 2. എന്തൊക്കെയാ കാല ഇവിടെ സംഭവിക്കുന്നേ? എന്നെ കണ്ട ഭാവില്ല. പാവവുമില്ല ഭയവുമില്ല. താൻ കാണും ആരെയൊക്കെയാ ഇയാൾ നോട്ടീസ് അയച്ച് വിളിപ്പിച്ചേക്കണേന്ന്. ആദ്യത്തെ കേസ് വിളിക്കൂ. ലങ്ക ഭരിച്ച അസുര ചക്രവർത്തി, 10 തല കൊണ്ട് 10 ദിശയെ നിയന്ത്രിക്കുന്ന മഹാപണ്ഡിതൻ രാവണൻ. എന്തിനാണ് താങ്കൾക്ക് നോട്ടീസ് അയച്ചേക്കുന്നത്? പ്രഭു, വളരെ മാന്യമായിട്ട് 10 തലയും വെച്ച് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു പാവം രാജാവാണ് ഞാൻ. ഉവ്വേ. സത്യം, കിട്ടുന്ന വരുമാനമൊക്കെ ഡിസ്ക്ലോസ് ചെയ്ത് ടാക്സും അടച്ച് ആർക്കും ശല്യമില്ലാതെ ജീവിക്കുന്നവനാണ് ഞാൻ. കോൺ തിരുട്ടുബനാ ഹോനോ എന്ന് വെച്ചാൽ എന്ത് പറ്റിയെന്ന്? എനിക്ക് 10 തലയുള്ളത് കൊണ്ട് 10 പാൻ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മാത്രമല്ല 10 റിട്ടേൺ വീതം കഴിഞ്ഞ 2000 വർഷത്തെ ഫയൽ ചെയ്യണമെന്നാണ് ഈ നോട്ടീസിലുള്ളത്. എന്താണിത്, യമപുരിയോ അതോ വെള്ളിരിക്കാപ്പെടണോ? പുതിയ മാനേജിംഗ് കമ്മിറ്റി, പുതിയ തീരുമാനങ്ങൾ. പിന്നെ മിസ്റ്റർ രാവണൻ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ 10 തലയുള്ള രാവണന് എത്ര ചെവിയുണ്ട്? അല്ല, ഈ തല ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ അതിന്റെ ഇടയിൽ ചെവി ഉണ്ടാ?
ആരെങ്കിലും ഈ രാവണ സാറെ തണുപ്പിക്കാൻ ഒരു 10 സിപ്പപ്പ് വാങ്ങിക്കൊടുത്തേക്ക്. അടുത്ത കേസ്. കേസ് നമ്പർ 2. ദേവന്മാരുടെ രാജാവ് ഐരാവതത്തിൽ സവാരി ചെയ്യുന്ന സ്വർഗലോക സിഇഒ, മഴയ്ക്കും മേഘത്തിനും അപ്രൂവൽ കൊടുക്കുന്ന അപ്പലറ്റ് ട്രിബ്യൂണൽ ദേവേന്ദ്രൻ. അവിടെന്നോ അങ്ങേക്ക് എന്തെങ്കിലും മനക്ലേശം? പ്രത്യക്ഷത്തിൽ ഒന്നുമില്ല. പിന്നെ വരണമെന്ന് വിചാരിച്ചതല്ല. ഈ മഹാവിദ്വാനെ ഒന്ന് നേരിൽ കാണണമെന്ന ആഗ്രഹത്താൽ മാത്രമാണ് നോം ഇങ്ങോട്ട് ആഗതനായത്. നോമിന് ലഭിച്ച ആ നോട്ടീസ് ദർശിച്ച് ദേവലോകം ആകമാനം വിറച്ചിരിക്കുകയാണ്. ദുർവാസവ മഹർഷി നമുക്ക് തന്ന ശാപം നോമിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കണ്ടീജന്റ് ലയബിലിറ്റി ആക്കിയില്ല പോലും. എന്തൊട്ടി കണ്ടിഞ്ചൻ ലയബിലിറ്റി? സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യത ഉള്ളതും ഇല്ലാത്തതുമായ ഒരു ബാധ്യത. അതായത് പ്രസിഡന്റ് ത്രയംബണ്ണൻ ഒരു ഡീൽ ഓഫർ ചെയ്താൽ നാളെ അതേ ഡീൽ ഉണ്ടാകുമോ എന്നത് ഒരു കണ്ടിഞ്ചന്റ് ലയബിലിറ്റി. ഗ്രീൻലാൻഡ് കൂടെ ഫ്രീ ആയി ചോദിക്കുമോ എന്നത് മറ്റൊരു കണ്ടിഞ്ചന്റ് ലയബിലിറ്റി. ഇതാരാ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി? മനസ്സിലായില്ലേ? എല്ലാരും ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപെട്ടരെ മുത്തുപെട്ടരെ എന്ന് പറയാറില്ലേ? ദേവാദിദേവൻ ദേവേന്ദ്രൻ, ഇന്ദ്രനും താതൻ മുത്തുപെട്ടര്, അതുതാൻ ഇവൻ. അമ്പോ, ഇതാണോ മുത്തുപെട്ടര്? ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഞങ്ങളും നോട്ടി പോയിന്റ്സ് നോം കണ്ടിട്ടുണ്ട്. ബൈ നോമിന് എന്തിനു സമൻസ് അയച്ചു? അല്ല, താങ്കൾ വരുമ്പോ കൂടെ നൃത്തവും പാട്ടും ഒക്കെ അനുഗമിക്കുമെന്ന് കേട്ടു. രംഭയും മേനകയും തമന്നയൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി. തമന്നയും തമ്മനോമൊന്നുമല്ല, തിലോത്തമ. പ്രഭു, ആ ത്രയം എങ്ങോട്ട് നുഴഞ്ഞു കയറി വരുന്നുണ്ട്. തമ്പുരാനേ, നമ്മുടെ സാമ്രാജ്യത്തിൽ നുഴഞ്ഞുകയറ്റമോ? കാണുന്ന സ്ഥലമെല്ലാം തന്റെയാണെന്ന് പറഞ്ഞ് നടക്കുന്ന അയാൾ ഇവിടെയും വന്നോ? ഓ മൈ ഗോഡ്, യമലോകം ഇൻ ഡേഞ്ചർ. അയാളുടെ കയ്യിൽ എന്താ അസ്ത്രം വലുതാണോ? അത് ആരുടെയോ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആയിരിക്കും. He will pay for it. Impose 50% tariff. 500%. You come here? But why? I was just passing on. Beautiful place. Premium clouds. We can develop this. You invest fully. Give me 75% profit. Just 75%. I will make Yamalokam great again. എന്റെ ഈശ്വരാ, അവിടെ എന്താ കുറച്ച് തീയും പുകയും? അത് പാപം ചെയ്തവരെ എണ്ണയിലിട്ട് പൊരിക്കുന്നതാ. You mean oil? Oh, I love this place. I love oil. ഇവനിട്ട് ഒരെണ്ണം കൊടുക്കണമെന്ന് കുറെ നാളായി വിചാരിക്കുന്നു. 23 രൂപ ഉണ്ടായിരുന്ന ഫിൽട്ടർ കോഫി ഇപ്പോ 32 രൂപയായി. മിസ്റ്റർ സി എ, താങ്കൾ ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ ഇന്റർണൽ കൺട്രോൾസ് കൊണ്ടുവന്നു. വള്ളിയില്ലാത്ത വള്ളിക്കളസം പോലെ കിടന്നിരുന്ന ഇവിടം അടിമുടി മാറ്റി. യമലോകം ചരിത്രത്തിലെ ഏറ്റവും വലിയ അഭിവൃദ്ധിയിലാണ്. അതുകൊണ്ട് തനിക്ക് പോകാൻ അനുവാദമില്ല. പറ്റില്ല, എനിക്ക് പോയേ പറ്റൂ. അയ്യോ സി എ പോകല്ലേ, അയ്യോ സി എ പോകല്ലേ, അയ്യോ സി എ പോകല്ലേ, അയ്യോ സി എ പോകല്ലേ. പ്രഭു, ഈ ത്രയമ്പിനെ കൊണ്ട് തോറ്റു. പുള്ളിക്ക് ദേവേന്ദ്രന്റെ വാള് മുതൽ എന്റെ ഈ പാള തൊപ്പി വരെ വേണമെന്നാ പറയുന്നേ. കുത്തുപാലെടുപ്പിക്കും നമ്മളെ. ഹലോ മിസ്റ്റർ, യു ഗോ. No, I am not going anywhere. I am the president. I need all. ദൈവമേ, പെട്ടല്ലോ. നമ്മളിനി എന്തു ചെയ്യും? നമ്മളെ രക്ഷിക്കാൻ ഇനി ആരുണ്ട്? May I come in? എന്നെ വിടുവാണെങ്കിലേ സൂത്രത്തിൽ ഞാൻ ഇയാളെ കൊണ്ട് പോക്കോളാം. വിട്ടിരിക്കുന്നു, വേഗം കൊണ്ടുപോയിക്കോളാ. ലുക്ക് മിസ്റ്റർ, these are all duplicates. കിരീടം, വാൾ, everything originals in കേരളം. God's own country. God's own country? യെസ്, അവിടെ പിന്നെ കാറ്റുണ്ട്, മഴയുണ്ട്, കുളിരുണ്ട്, കുഴിമന്തിയുണ്ട്, പിന്നെ കേരളം റിച്ച് ഇൻ ഗോൾഡ്, ഫുൾ ഓഫ് റിച്ച് പീപ്പിൾ. സി, പിന്നെ ഓയിൽ, വെളിച്ചെണ്ണ, എള്ളെണ്ണ, നല്ലെണ്ണ, മണ്ണെണ്ണ, ഓയിൽ പടംസ് എവ്രിവെയർ, ഈവൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. പിന്നെ നോ ഹോർമൂസ്, ഓൺലി ഹർത്താൽസ്. Wow, I love it.
I love oil. I love Kerala. Let's go. Bye, mister. നോ, യമൻ, യമധർമ്മൻ, യമധർമ്മരാജൻ. Okay, Mr. Yama Rama region. Whatever. കാലേട്ടാ, ഐ വിൽ മിസ് യു. മിസ് യു ടു. പുള്ളിയെ കൊണ്ട് ഇത് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നല്ലാതെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷ പഠിച്ച് പാസ്സാവുക, പാസ്സായ ശേഷം ആർട്ടിക്കിളിനെ ഹാൻഡിൽ ചെയ്ത് വർക്ക് തീർക്കുക, ടാക്സ് ഓഫീസറെ ബോധ്യപ്പെടുത്തി ടാക്സ് കുറയ്ക്കുക, ക്ലയന്റിനെ ഹാൻഡിൽ ചെയ്ത് ഫീസ് വാങ്ങുക, ബ്രാഞ്ചിൽ നിന്ന് ഒപ്പിട്ട് CP ക്രെഡിറ്റ് തരപ്പെടുത്തുക. ഇതെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ വൈകി വന്നതിനുള്ള വീട്ടുകാരുടെ പരിഭവം തീർക്കുക. CA എന്നാ സുമ്മാവാ? യമനെ വെല്ലാൻ ലവൻ, ലവനെ വെല്ലാൻ യവൻ. അവനാ ത്രയമ്പിനെ എണ്ണ കാണിച്ച് പറ്റിച്ചൂലേ? ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കടന്നവരാണ് ഈ CA-ക്കാർ. ആരവിടെ? ലെറ്റ് us സെലിബ്രേറ്റ്. ഫെലോഷിപ്പ് തുടങ്ങട്ടെ. ഇന്ന് നമ്മുടെ ദിനമല്ലേ? അങ്ങനെ കൈനിറയെ അസൈൻമെന്റുകളും മനസ്സു നിറയെ സ്റ്റാൻഡേർഡുകളും തലയ്ക്ക് മുകളിൽ ഡ്യൂഡേറ്റുകളുമായി CA ഭൂമിയിലേക്ക്. CAയുടെ കഥ തുടരും. കഥാപാത്രങ്ങളും അഭിനയിച്ചവരും: യമധർമ്മരാജൻ CA ലൂക്കോസ് ജോസഫ്, CA തങ്കപ്പൻ CA ആൻസൺ PA, ആർട്ടിക്കിൾ നിമ്മി CA മാധുരി മുരളീധർ, ചിത്രഗുപ്തൻ CA ആഷ്ബിൻ C സുരേഷ്, യമകിങ്കരൻ CA മുഹമ്മദ് ഷബാബ്, രാവണൻ CA മജു P ജോസ്, ദേവേന്ദ്രൻ CA CM ജോസഫ്, മുത്തുപ്പട്ടർ CA സോമസുന്ദരം MU, ത്രയം CA സജി തോമസ്, അണിയറ സഹായം CA സിർജോ വിജെ, CA ശ്രീലാൽ R, CA സിബി തോമസ്, സാങ്കേതിക സഹായം CA മാധുരി മുരളീധർ, രചന സംവിധാനം CA അമൽജിത്ത് PJ, CA ദിലീപ് R. Thank you, team, for that incredible performance.